സർവാത്മന സമദൃശഃ അദ്വയസ്യ അനഹങ്കൃതേഹ തൽകൃതം അതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. ഭീഷ്മർ പറയാണ്, ഭഗവാന് എല്ലാം താൻ തന്നെയാണെന്നറിയാം, അതുകൊണ്ട് ഭേദബുദ്ധിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദേഹമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഞാൻ വേറെ നിങ്ങൾ വേറെ, ഈ ദേഹകൃതമായ അഹന്തയുണ്ട് എന്നർത്ഥം. ഭഗവാനാണെങ്കിലോ അനഹങ്കൃതിയ, അഹങ്കാരമില്ലാത്തവനാണ്. നമ്മളാണെങ്കിലോ അഹങ്കാരമുള്ളവരാ, ദേഹത്തിൽ ഞാനെന്ന അഭിമാനമുള്ളവരാ. അതുകൊണ്ട് ഈ പതിഭ്രമമുണ്ട്. ഭഗവാനതില്ല. അതുകൊണ്ട് ഭഗവാന് നിങ്ങൾ ഏത് പണി ചെയ്താൽ പറഞ്ഞാൽ എന്താ, തേരെടുക്കാൻ പറഞ്ഞാലും ശരി, അഗ്രാസനത്തെത്തി യോഗീശ്വരന്മാരെ മാതിരി പൂജ ചെയ്താലും ശരി, കൃഷ്ണനെല്ലാം ഒരുപോലെയാണ്. ദേഹാഭിമാനം കൊണ്ടാണ് നമ്മൾ പറയണത്, അയ്യോ ഇതൊന്നും എന്നോട് പറയണ്ട കേട്ടോ, ഇതൊക്കെ എൻ്റെ പ്രസ്റ്റീജിന് ചേരാത്ത പ്രവൃത്തിയാണ്, ഫോൾസ് പ്രസ്റ്റീജാണ്. ഭഗവാന്റെ ദാസനാകുന്നതിലാണ്, ഭഗവാന്റെ സേവകനാകുന്നതിലാണ് എന്ത് ആഞ്ജനേയ സ്വാമികളുടെ വിജയ രഹസ്യം അല്ലേ. ആഞ്ജനേയൻ്റെ ശക്തിയും വിജയമൊക്കെ രാമൻ്റെ ദാസനാകുന്നതിലാണ്. അത് വലിയൊരു പ്രസ്റ്റീജായിട്ടാണ് ഹനുമാൻജി കണക്കാക്കി അല്ലേ. ഭഗവാന്റെ സേവകനാവാണ് നമുക്ക് പറയുന്നത്. ഐ എം എ സെർവൻ്റ് ഓഫ് ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. സെർവൻ്റ് ഓഫ് ലോഡ് എന്ന് പറയാൻ അല്ലേ അഭിമാനം വേണ്ടത്. ആട്ടെ, നോക്കൂ, പാണ്ഡവരുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നിങ്ങൾ കൃഷ്ണനെ ഈശ്വരനായിട്ട് അറിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യിക്കില്ലായിരുന്നല്ലോ. പക്ഷേ കൃഷ്ണൻ അത് ചെയ്തെന്തുകൊണ്ടാണ്? കൃഷ്ണൻ എല്ലാവരോടും സമഭാവനയാണ്. മാത്രമല്ല കൃഷ്ണന് ദേഹാഭിമാനവും ഇല്ല അതുകൊണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും തൻ്റെ ഏകാന്ത ഭക്തന്മാരിൽ പൂർണ്ണ സമർപ്പണം ഭഗവാനിൽ ചെയ്ത ആ പരിശുദ്ധ പ്രേമഭക്തന്മാരോട് ഭഗവാന്റെ വാത്സല്യം അതൊന്ന് വേറെ തന്നെയാണ്. ധർമ്മപുത്രരെ, നിങ്ങൾ വിചാരിച്ചപ്പോൾ നിങ്ങളെ ഉപദേശിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ നിങ്ങളെ കൂട്ടിക്കിട്ട് വന്നു എന്നല്ലേ. എന്നാൽ സത്യമെന്താ? എന്മേ അസൂൻ ത്യജത സാക്ഷാൽ ദർശനമാഗത കൃഷ്ണ. ഈ കൃഷ്ണൻ നിങ്ങളെ കൂട്ടിക്കിട്ട് വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയില്ലയോ? ഞാൻ മനസ്സിലാക്കി. എന്താ അത്? എനിക്ക് പ്രാണൻ ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണനെ കാണാൻ സങ്കല്പിച്ച് എൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ ആ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ എഴുന്നള്ളിയിരിക്കുക. നോക്കൂ, ഈ ഭീഷ്മരുടെ മഹത്വം ഇതിനെ മനസ്സിലാക്കാം. നമ്മുടെ മനസ്സിലെ സങ്കല്പം ഭഗവാൻ മനസ്സിലറിയും. ഭഗവാൻ അറിയും. എന്താ കാരണം? ഭഗവാൻ സർവഭൂത നിവാസോസി അല്ലേ, സർവഭൂതങ്ങളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് അവിടെ നിന്നറിയും. പക്ഷേ ഭഗവാന്റെ മനസ്സിലെ സങ്കല്പം ഈ ചരശയിൽ കിടക്കുന്ന ഭീഷ്മരെങ്ങനെ മനസ്സിലാക്കി? നമ്മുടെ സങ്കല്പം ഭഗവാൻ മനസ്സിലാക്കിയത് ആശ്ചര്യമില്ല. ഭക്തനെങ്ങനെ ഭഗവാന്റെ സങ്കല്പം മനസ്സിലായത്? അവിടെ ഭക്തനും ഭഗവാനും ഒന്നായി. മനസ്സിലായോ? ഭഗവാനോടുള്ള തൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞു എന്നർത്ഥം. തൻ്റെ ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാനെ സാക്ഷാത്കരിച്ചു. അതുകൊണ്ടാണ് ആ മനസ്സ് ഇൻഡിവിജ്വൽ പരിമിതികളെ വിട്ട് ടോട്ടാലിറ്റിയുമായിട്ട് മെർജ് ചെയ്താൽ അവർക്ക് എല്ലാം അറിയാൻ കഴിയും. അതാണ് മഹാത്മാരുടെ മഹത്വം അവർക്കറിയാൻ സാധിക്കുന്നത്. അവർ നമ്മളെ മാതിരി ഒരു ശരീരത്തോട് ലോക വ്യവഹാരം ചെയ്യണമെങ്കിലും അവർക്ക് ആ പരിമിതികളില്ല, മതിൽക്കെട്ടുകളില്ല, വേലിക്കെട്ടുകളൊക്കെ പൊളിഞ്ഞു പോയിക്കണം. മനസ്സിലായോ? സമഷ്ടി മനസ്സുമായി ഐക്യം പ്രാപിച്ചു. ഭീഷ്മർക്ക് ആ ഭഗവാൻ വന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല, അതറിഞ്ഞ് ഭഗവാനെ സ്തുതിക്കാനും സാധിച്ചു. ഭക്തിയോടുകൂടി മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അയാൾ ഭഗവത് പദത്തിലാണ് എത്തിച്ചേരുക. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഈ പ്രാണനെ തിരിക്കുന്നതുവരെ, ഈ ദേഹം തിരിക്കുന്നതുവരെ ചതുർബാഹുവായി ശംഖചക്ര കഥാപത്മധാരിയായി എൻ്റെ മുന്നിൽ അരുളുന്ന ഭഗവാനെ ഈ ദേഹത്യാഗം വരെ അവിടുന്ന് ഇപ്രകാരം എന്നെ കണ്ണോട്ട് കടാക്ഷിച്ചുകൊണ്ട് വിരാജിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും രണ്ട് കൈയുള്ള കൃഷ്ണനെയാണ് കാണുന്നത് ഇവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഈ ഭീഷ്മർക്ക് മാത്രം ഭഗവാൻ ചതുർബാഹുവായ വിഷ്ണുവായിട്ടാണ് ദർശനം കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ആക്ച്വലി ധർമ്മപുത്രൻ്റെ ആവശ്യം കഴിഞ്ഞു. ധർമ്മപുത്രൻ സംശയം തീർന്നു അല്ലേ. ഉപദേശം കൊടുക്കാണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംശയം തീർന്നു. എന്താ കാരണം? ഞാൻ നടത്തിയെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഈ കുറ്റബോധം ഉണ്ടായത്, പാപചിന്ത ഉണ്ടായത്. വാസ്തുവിൽ താനൊന്നും നടത്തിയിട്ടില്ല, എനിക്കും തനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇതൊക്കെ നടത്തുന്ന ആൾ ഈ ഭഗവാനാണ്. വടക്കും നാഥ, എല്ലാം നടത്തും നാഥ. പാട്ടാണെങ്കിൽ നമ്മൾ പാടാറില്ലേ? സത്യത്തിൽ അവിടെ നിന്നാണ് നടത്തുന്നത് എല്ലാം. പക്ഷേ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നത് നമ്മളാക്കോ നടത്തണേന്ന്. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഭഗവാൻ ഒരു ചാൻസ് തരിക എന്ന് നമ്മൾ മറന്നു പോവുക. മനസ്സിലായോ? ഭഗവാന് നമ്മുടെ സേവന ആവശ്യമുണ്ടോ? ഇല്ല. ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് ആരാ ബ്ലെസ്സഡ് ആവുന്നത്, അനുഗ്രഹീതരാകുന്നത്, ധന്യരാകുന്നത്? നാം ഓരോരുത്തരും അല്ലേ? ആലോചിച്ച് നോക്കൂ.
അമ്മയ്ക്ക് നമ്മളെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ വന്ന് അമ്മയെ ആശ്രയിച്ച അമ്മ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഓരോന്ന് ഏൽപ്പിക്കണം, ഓരോന്ന് ചെയ്യിക്കണം. ഇത് ഓർത്തുകൊണ്ട് ചെയ്താലോ നമ്മുടെ ജീവിതം ധന്യവും. ഞാൻ അമ്മയെ സേവിക്കണു, ഞാൻ ഭഗവാനെ സേവിക്കുന്നു, സഹായിക്കുന്നു എന്നെങ്ങാൻ തോന്നിയാൽ പോയി അപകടമായി. മനസ്സിലായില്ലേ? നമുക്ക് ഭഗവാൻ ആരുടെ സഹായം ആവശ്യമില്ല. ഭഗവാന്റെ സഹായം നമുക്ക് ആവശ്യം. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന എന്താ? സേവ. അത് നമ്മുടെ മനഃശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ ആത്മമോക്ഷത്തിന് വേണ്ടിയിട്ട്. ഇതാണ് സത്യം. ധർമ്മപുത്രൻ്റെ സംശയങ്ങളൊക്കെ തീർന്നെങ്കിലും ഭഗവാൻ വെറുതെ വിട്ടില്ല. ധർമ്മപുത്രനെ പ്രേരിപ്പിച്ചു. ഭീഷ്മരിപ്പോൾ ദേഹം പിടിയും, അതിനു മുമ്പ് അങ്ങ് പലവിധ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മപുത്രനെ കൊണ്ട് പല പല സംശയങ്ങളും ചോദിപ്പിക്കുക. രാജധർമ്മം, പുരുഷധർമ്മം, വർണ്ണധർമ്മം, ആശ്രമധർമ്മം, സ്ത്രീധർമ്മം, ഭാഗവതധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമധർമ്മം, ഇങ്ങനെ പല പല ധർമ്മങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഇത് വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രന് ഒരു സംശയം ഉണ്ടായി. ഏതൊരു ജിന്തുവിനും ജനന മരണ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതനാവാൻ എന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, ആരെയാണ് ഭരിക്കേണ്ടത്, ആരുടെ നാമമാണ് ജപിക്കേണ്ടത്, എല്ലാ ധർമ്മങ്ങളുടെയും സാരം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സർവധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം ധർമ്മപുത്രന് ഉപദേശിക്കുന്നു എന്ന് പറയാം. തൻ്റെ മുമ്പിൽ മഹാവിഷ്ണു ചതുർബാഹുവായി നിൽക്കുന്ന ഭഗവാനെ ആ 1000 നാമകുസുമങ്ങളെ കൊണ്ട് ആരാധന ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഭാഗവതോത്തമനാണ് ആര്? ഈ ഭീഷ്മർ. ആ ഉപദേശങ്ങളെല്ലാം കേട്ട് കൃതാർത്ഥനായി ഇദ്ദേഹം. അവസാനം പലതും പറഞ്ഞ നാവ് ശുദ്ധാവണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് ആ നാവ് കൊണ്ട് പറയണം. പലതും കണ്ട് കേടുവന്ന മനസ്സിനെ നന്നാക്കാൻ ഭഗവാന്റെ ദിവ്യ കോമള രൂപം ഇങ്ങനെ നോക്കിയിരിക്കണം. മനസ്സിലായോ? പലതും കേടുവന്ന കാതിനെ ശുദ്ധാക്കാനോ ഭഗവാന്റെ മഹിമകൾ കേൾക്കണം. മനസ്സിലായോ? പലതും ആലോചിച്ച് കേടുവന്ന മനസ്സിനെ ശുദ്ധാക്കാനോ ഭഗവാന്റെ ദിവ്യരൂപം ആ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കണം. ചുരുക്കത്തിൽ ഈ വിഷയജീവിതം കൊണ്ട് ദുഷിച്ച നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഈശ്വര സേവ ചെയ്യണം. മനസ്സിലായില്ലേ? ഈശ്വരാർപ്പിതമായ ജീവിതം നയിക്കണം. ഭീഷ്മര് തൻ്റെ എല്ലാ കർമ്മവും ഭഗവത് അർപ്പണമായി ചെയ്തു. ഒക്കെ കൃഷ്ണസങ്കല്പമാണതെന്ന് അറിഞ്ഞൊരു കൃഷ്ണാർപ്പണം ചെയ്ത വ്യക്തിയാണ്. ഇപ്പതാ തൻ്റെ മുമ്പിൽ കണ്ട ഭഗവാന്റെ ആ രൂപത്തിൽ കണ്ണങ്ങോട്ട് ഉറപ്പിച്ചു. ആ മഹാവിഷ്ണു രൂപത്തിൽ മനസ്സ് ആ ഭഗവാൻ തൻ്റെ ആത്മാവാണെന്ന കാര്യത്തെ ഓർമ്മിച്ചു. പോരാ, നാവ് കൊണ്ട് ഈ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഒന്നൊന്നായി വർണ്ണിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് ആ വാക്കിനെ മനസ്സിലും അടക്കി മനസ്സിനെ മനസ്സാക്ഷിയായ കൃഷ്ണനിലും വിലയിപ്പിച്ച് ജീവൻ മുക്തനായി സമാധിയിലാണ്ടു. നിർവികൽപ്പ സമാധിയിലാണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു. അതാണ് ഭീഷ്മനുണ്ടായത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ത്രിഭുവനസുന്ദരനായ മഹാപ്രഭോ, നീലമേഘ ശ്യാമളവർണ്ണനായ മഹാപ്രഭോ, പൊന്നിൻ കിരീടമണിഞ്ഞ് നീലമേഘ ശ്യാമളവർണ്ണനായി ത്രൈലോക്യ സുന്ദരമായിട്ടുള്ളതായ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് മഞ്ഞപ്പട്ടെടുത്ത് വനമാലയൊക്കെ അണിഞ്ഞുകൊണ്ട് ആ അളകങ്ങളങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ ചാണ്ട് കിടന്ന് മുമ്പിലിങ്ങനെ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സുന്ദര സ്വരൂപത്തോടുകൂടിയ ഭഗവാൻ ആ വിജയൻ്റെ സഖാവായി പാർത്ഥൻ്റെ സാരഥിയായി ആ തേരും തെളിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്ന ആ രംഗമാണ് ആദ്യം വർണ്ണിക്കുന്നത്. ആ പാർത്ഥസാരഥിയാണ് ഭീഷ്മർ സ്തുതിച്ചത് മുഴുവൻ. എന്താ? പാർത്ഥസാരഥിയിലാണത്രേ ഭഗവാന്റെ വാത്സല്യവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്നത്. ആ യുദ്ധക്കളത്തിൽ മരിച്ചവരെ ഓരോരുത്തരും അവസാനം കണ്ടത് ആരെയാ? പാർത്ഥസാരഥിയെ കണ്ടിട്ടല്ലേ മരിച്ചത്. അവർക്കൊക്കെ സദ്ഗതി കൊടുത്തു മഹാപ്രഭു എന്നാണ്. ആ ഭഗവാന്റെ അത്ഭുതമായ വാത്സല്യവും കാരുണ്യവും ആ രൂപമാണ് തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്. ആ പാർത്ഥസാരഥിയെ സ്തുതിച്ചു. ആ പാർത്ഥസാരഥിയിൽ എൻ്റെ മനമുറയ്ക്കുമാറാകണമേ, അവിടുത്തെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ഭക്തിപൂർവ്വം ലയിക്കുമാറാകണമേ, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥന. ആ രംഗം കാണുകയാണ്. അർജുനൻ 2 സൈന്യങ്ങളുടെ നടുക്ക് തേരിനെ കൊണ്ടു നിർത്താൻ പറഞ്ഞു. ഭഗവാൻ 2 സൈന്യങ്ങളുടെ നടുക്ക് തേര് കൊണ്ടു നിർത്തി. 2 സൈന്യങ്ങളുടെ നടുക്കും ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതം, മൊത്തം 2 സൈന്യങ്ങളുടെ നടുക്കും ഭീഷ്മദ്രോണാദികളുടെ മുമ്പിലും തേര് കൊണ്ട് നിർത്തി. അർജുനൻ തേര് കൊണ്ട് നിർത്താനേ പറഞ്ഞുള്ളൂ. ഭഗവാൻ തേര് കൊണ്ട് നിർത്തുക മാത്രമല്ല മറ്റൊന്നും കൂടി ചെയ്തു. അർജുനോട് പറഞ്ഞു, ഉവാച പാർത്ഥ പശ്യ ഏതാൻ സമവേദാൻ ഗുരുൻ. അർജുന നോക്ക്, ആരൊക്കെയാണ് ഈ മറുപക്ഷത്ത് നിൽക്കുന്നത്, ആരോടൊക്കെയാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ഭീഷ്മഞ്ച ദ്രോണഞ്ച ജയദ്രഥഞ്ച കർണം തഥാന്യാനവിയോധവീരാൻ. അർജുനന് ജയിക്കാൻ ഒട്ടും സാധിക്കില്ല എന്ന് അർജുനൻ വിശ്വസിച്ചിരുന്ന ആൾക്കാരവരൊക്കെ.